അഡ്വക്കേറ്റ് ഷിബു മീരാൻ, എന്തൊക്കെയാണെങ്കിലും പ്രതിഷേധങ്ങൾ, തുടർ നടപടികൾ അതിങ്ങനെ നീണ്ടുപോവുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നതുകൊണ്ടല്ലേ ഈ അതിവൈകാരിക പ്രകടനങ്ങൾ? അതിൽ നിങ്ങളും ഭാഗഭാക്കാണ്. അല്ല സ്മൃതി, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ഇവിടെ ഇരിക്കുന്നു, ഒരു അതിവൈകാരിക പ്രകടനവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മുടെ കൂടെ ഒരാൾ ചർച്ചയിലിരിക്കുന്നു, അവിടെ ഒരു ഇവന്റ് ഉണ്ടാവുന്നു, നിങ്ങളത് കവർ ചെയ്യുന്നു. അതിനിപ്പോൾ ഇതൊക്കെ കേൾക്കാനും കാണിക്കാനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി? അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ ചർച്ച അവസാനിച്ചിട്ട് കല്ലും കുറുവടി എടുത്ത് SFIക്കാരോട് അങ്ങോട്ട് പുറപ്പെടുക. ഇങ്ങനെ ക്യാമറ കണ്ണുകൾ കേരളം മുഴുവൻ ഇങ്ങനെ തുറന്നിരിക്കുന്ന ഈ പ്രൈം ടൈമിൽ ഇത്തരം തോന്നിയാസങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടല്ലേ എന്ന് സ്വന്തം കുട്ടിസഖാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ ഇരിക്കുന്ന CPM പ്രതിനിധിക്ക് വേറെ നിവൃത്തിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ട് ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ LDF പ്രതിനിധി അദ്ദേഹം പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി തലങ്ങും വിലങ്ങും ഈ മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് കൊടുത്തു. ഇപ്പോൾ അവിടെ ആവശ്യത്തിന് അധ്യാപകരില്ല, ഡോക്ടർമാരില്ല. അതുകൊണ്ട് ഞങ്ങൾ ചില ക്രമീകരണം വരുത്തുന്നതിന്റെ ഭാഗമായി ഉഷ, വിനോദിനി, ഹർഷീന, സുമയ്യ, വേണു, ജംസീർ തുടങ്ങിയ ചില പേരുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരികയാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ കൃത്യമാണ്. പിന്നെ 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചു. 10 കൊല്ലം ഞങ്ങൾ ഇരുന്നിട്ട് ഞാൻ പറയട്ടെ ഞാൻ സംസാരിക്കട്ടെ, എന്റെ ഊഴല്ലേ, ഞാൻ സംസാരിക്കട്ടെ എന്നാണല്ലോ. അപ്പൊ 10 വർഷത്തിനിടയിൽ മതിയായ ഡോക്ടർമാരെ ക്രമീകരിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് ഈ പറയുന്നതെങ്കിൽ പണി നിർത്തി വേറെ പണിക്ക് പോകണം എന്നാണ് ഈ സമരത്തിലൂടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോടും ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഇനി ഉമ്മൻചാണ്ടി ചോരയൊലിപ്പിച്ച് നിൽക്കുന്നത് കേരളം കണ്ടതാണ് സ്മൃതി. 3 പേരെ ശിക്ഷിച്ചു. ഇവിടെ ഗോവിന്ദമാഷ് ഇതേ ചർച്ചയിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഗോവിന്ദമാഷല്ല, പ്രകാശ് മാഷ്. എന്താണെന്നറിയോ? പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് തെളിവ് പുറത്തു വരട്ടെ, അതുവരെ KSUക്കാർ സംശയമുനയിൽ നിൽക്കണമെന്നാണ്. ഇത് പോലീസ് അന്വേഷിച്ച കേസാണ്, തെളിവെടുത്ത കേസാണ്, ശിക്ഷിച്ച കേസാണ്. ഉമ്മൻചാണ്ടി ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന കേരളം കണ്ടതാണ്. ഇപ്പോൾ DCC ഓഫീസിന് മുന്നിൽ ഫർഹീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോരയൊലിപ്പിച്ച് നിൽക്കുന്നത് കേരളം കണ്ടതാണ്. കേരളത്തിലുടനീളം നിങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ ഇപ്പോഴും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ണൂർ ജില്ലയിൽ സ്മൃതി സമരത്തിന്റെ ഭാഗമായിട്ട് പച്ച ജീവനോടെ 4 മനുഷ്യരെ ബസ്സിലിട്ട് ചുട്ടുവന്നിട്ടുണ്ട് ഈ CPM. ഇവിടെ പത്രമൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നു, ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. അതിന്റെ വിഷ്വൽസും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകളും KSUക്കാരാണ് എന്ന് ബോധ്യപ്പെടുന്നത് വരെ, പുറത്തു വരുന്നത് വരെ ഇവരുടെ ഈ വേട്ടയ്ക്ക് KSUക്കാർ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ കൈ കെട്ടി നോക്കുക. നേരെ മറിച്ച് അവരാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തള്ളി പറയാനും മടിയില്ല. പക്ഷെ അങ്ങനെ ഒരു ദൃശ്യമില്ലാത്തിടത്തോളം ഇത് KSUക്കാരാണ് എന്ന നിലക്കുള്ള ഒരു നരേഷനും വിശ്വാസയോഗ്യമല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ആക്രമണം ഉണ്ടാവുന്നു, തൊട്ടുകൂടെ DCC ഓഫീസിന് മുന്നിൽ SFIക്കാരെത്തുന്നു, വ്യാപകമായി സംസ്ഥാനം മുഴുവൻ ആക്രമണം നടത്തുന്നു. ആരോഗ്യമന്ത്രിയുടെ വലിയൊരു ഇരവാദം ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നു. അവർ സ്ത്രീയാണ്, അവരെ ശാരീരികമായി കയ്യേറ്റുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സമരങ്ങളെ ആരോഗ്യവകുപ്പ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ട ഏതോ തിരക്കഥയുടെ ഭാഗമായിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് സംശയിക്കുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ സ്വകാര്യ മേഖലയെ സഹായിക്കാൻ, സ്വകാര്യ മേഖല നടത്തുന്ന കൊടും അഴിമതി തനിക്ക് ബോധ്യമുണ്ടായിട്ടും അത് ഒളിച്ചു വെച്ച് സ്വകാര്യ മേഖലയ്ക്ക് ഒത്താശ ചെയ്ത ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. അവരല്ല ഇന്നലെ പ്രസംഗിച്ചത്. ഇവിടെ തിരുവനന്തപുരത്തും എറണാകുളത്തും 1-2 ആശുപത്രികൾ ആംബുലൻസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാണ് എന്ന് പറഞ്ഞില്ല ഇവർക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം ഒരു പൊതു പ്രസംഗത്തിൽ ഇവർ പറയുമോ? അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മൈക്കിൽ പ്രസംഗിക്കലാണോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ ജോലി? ഈ കാട്ടുകൊള്ള കമ്മീഷൻ ഏജന്റുമാരായിട്ട് ആംബുലൻസ് ഡ്രൈവർമാരെ നിയോഗിച്ചത് അത് വെളിച്ചത്ത് കൊണ്ടുവരാതെ അതിന് ഒത്താശ ചെയ്ത ആരോഗ്യമന്ത്രിയാണ് കേരളത്തിന്റെ സ്വകാര്യ കുത്തകയ്ക്കും വിദേശ നിക്ഷേപകർക്കും വേണ്ടിയിട്ട് വിടുപണി എടുക്കുന്നത്. അതിന് പകരം ഈ കണ്ട പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീര്, ആ ചോര, അവരുടെ യാതനകൾ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് ആരോഗ്യമന്ത്രി പറയുന്നതിനൊക്കെ റാൻ മൂളണമെന്നാണെങ്കിൽ ആ ഫ്യൂഡൽ കാലഘട്ടങ്ങൾ കേരളം കടന്നു പോന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോ. ആരോഗ്യമന്ത്രിക്കെതിരെ ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഈ സംസ്ഥാനത്തെ ഏത് മുഖ്യമന്ത്രിയും ഏത് മന്ത്രിയും ഏത് പൊന്നു തമ്പുരാനും ജനങ്ങൾക്ക് മുൻപിൽ ഓഡിറ്റബിൾ ആണ്. സമരങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളൂ, മനസ്സിലാക്കിക്കോട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.